ആയിരിക്കും വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുക. അതിനുവേണ്ടിയാണ് 2 ദിവസത്തെ കസ്റ്റഡി ഈ കോടതിയിൽ നിന്ന് വനം വകുപ്പ് ചോദിച്ചു വാങ്ങിയിരിക്കുന്നത്. വനം വകുപ്പ് കോടതിയിലുള്ളതാണ്. ഇന്നലെയും ഇന്നുമെല്ലാം അന്വേഷണവുമായി വേടൻ സഹകരിക്കുന്നുണ്ട്, എല്ലാ നിലയിലും വേടൻ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ആ നിലയിൽ അന്വേഷണവുമായി വേടൻ സഹകരിക്കുന്നുമുണ്ട്. ഇന്ന് ഇവിടേക്ക് എത്തിച്ചപ്പോൾ വേടൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ഈ വണ്ടിയിൽ നിന്ന് ഇറക്കി ഫ്ലാറ്റിൻ്റെ റിസപ്ഷനിലേക്ക് വേടൻ നടന്നു പോകുമ്പോഴായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേടൻ മറുപടി പറയുകയും ചെയ്തു. തൻ്റെ പുതിയ ആൽബം ഇറങ്ങുന്നുണ്ട്, നാളെയാണ് ആൽബത്തിൻ്റെ റിലീസ്. ഒപ്പം തന്നെ കുമ്പിടിയെ അറിയുമോ എന്നുള്ള ചോദ്യത്തിന് കുമ്പിടിയെ തനിക്കറിയില്ല, നിങ്ങൾക്കായിരിക്കുമല്ലോ അറിയുക എന്നുള്ള മറുപടിയും വേടൻ നൽകിയിട്ടുണ്ട്. മറ്റു ചോദ്യങ്ങളോട് വേടൻ ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. എല്ലാം അറിയാം, ആ രീതിയിലുള്ളൊരു മൂളൽ മാത്രമാണ് വേടനിൽ നിന്നുണ്ടായത്. വ്യക്തമായ മറുപടി ഒന്നും പറയാൻ വേടൻ തയ്യാറായുമില്ല. എന്തായാലും അന്വേഷണവുമായി വേടൻ സഹകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയൊരു ജനക്കൂട്ടം, വേടൻ എവിടെ എത്തിയാലും ഉണ്ടാകുന്ന ഒരു ജനക്കൂട്ടം ഇന്ന് ഫ്ലാറ്റിലുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് തന്നെ തെളിവെടുപ്പിന് വേടനെ ഫ്ലാറ്റിലേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. കാരണം കോടതി നടപടികൾ പൂർത്തിയായത് 3 മണിക്ക് ശേഷമാണ്, 2:30-ക്ക് ശേഷമാണ് ഈ കോടതി കേസ് പരിഗണിച്ചത്. ഫ്ലാറ്റിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളും തെളിവെടുപ്പിനായി ഫ്ലാറ്റിൽ കൊണ്ടുപോയ ഫ്ലാറ്റിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് 24-ൽ മാത്രമാണ് ആ ദൃശ്യങ്ങൾ ഉള്ളത്. നമുക്ക് മാത്രം ലഭിച്ച ദൃശ്യങ്ങളാണത്. അത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. കൊച്ചിയിലെ ഫ്ലാറ്റിലേക്ക് അദ്ദേഹം കയറിപ്പോകുന്നു. ഇനി ദയവായി അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ വീഡിയോ നിങ്ങൾ കാണിക്കരുത്. അദ്ദേഹത്തിൻ്റെ പ്രൈവസി, ഒരു ബാത്റൂമിൽ പോകുന്ന കാര്യങ്ങളായാലും മറ്റെന്തായാലും എല്ലാ ചാനലിനോടും കൂടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വകാര്യതയിലേക്ക് കടന്ന് കയറല്ലേ പ്ലീസ്. അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ളൊരു ചാൻസ് എല്ലാവരും കൂടി കൊടുക്കണമെന്നാണ് വീണ്ടും അഭ്യർത്ഥിക്കുന്നത്. നാളെ 30-ാം തീയതിയാണ്. നാളെയാണ് അടുത്ത പാട്ട് റിലീസ്. മോനോലോവ എന്നാണ് പാട്ടിന്റെ പേര്. എല്ലാരും പാട്ടിട്ട് അഭിപ്രായം പറയാം. അത് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ പറയും. വേടാ, ഇവർ മാധ്യമങ്ങളായാലും മറ്റുള്ളവരായാലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. വേടനെ പറ്റിയ തെറ്റുകൾ വലുതും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് പുതിയൊരു വേടനായി തിരിച്ചു വരണം. ഞങ്ങൾക്ക് വേടനെ ആവശ്യമാണ്. കലാപരമായി എല്ലാ രീതിയിലും ഞങ്ങൾക്ക് വേടനെ